CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് പോലീസ് സംഘത്തിനു നേരെ ആക്രമണം. കാപ്പാപ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പഴഞ്ഞി കോട്ടോലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. വ്യാഴാഴ്ച രാവിലെയാണ് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലുവായിലെ സ്ഥിരം കുറ്റവാളി രോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം മദ്യപിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിനെ ആക്രമിച്ച കേസിലെ പ്രതിയും സ്ഥിരം കുറ്റവാളിയുമായ രോഷൻ മണിയന്ത്രയ്ക്കെതിരെ കാപ്പ ചുമത്തണമെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയും തൈക്കാട് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി പൊതുനിരത്തുകൾക്കരികിലായാണ് മാലിന്യം തള്ളുന്നത്. കുന്നംകുളം വൈസ്മെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം YMCA ഹാളിൽ വെച്ച് നടന്നു. കടവല്ലൂർ പഞ്ചായത്ത് മോഡൽ CDSന്റെ നേതൃത്വത്തിൽ വീരനാട്യ മത്സരം നടത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ M. ബാലാജി നിർവഹിച്ചു. കാട്ടകമ്പാൽ സറായിൽ അക്ഷര കലാകായിക സാംസ്കാരിക വേദിയുടെ 25ാം വാർഷികവും ഓണാഘോഷവും സമുചിതമായി ആഘോഷിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി DYFI എയ്യാൽ പാറപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടത്തിൽ ഓട്ടമത്സരം സംഘടിപ്പിച്ചു. ചാവക്കാട് തിരുവത്ര താഴത്ത് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുഷറ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് നടത്തി. കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് MK അർജുനൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം സംസ്ഥാനതല ഗാനാലാപന മത്സരം അർജുനഗീതം ഓഗസ്റ്റ് 30 നടക്കും. മന്നലാംകുന്ന് കിണർ പരിസരത്തെ മമ്മിക്കുട്ടിയകത്ത് ബാദുഷയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ലെഫ്റ്റ് വിംഗ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. തൊഴിയൂർ മിലാന കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.